ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ ഗസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന സമൂസൻ്റെ റെസിപ്പിയാണ്. കുറേ ആളായി കമൻറ്റിൽ ചോദിക്കുന്നു സമൂസൻ്റെ റെസിപ്പി ഇടുമെന്ന്. അപ്പോൾ റോളിൻ്റെ എല്ലാം മുന്നേ ഇട്ടിന് എന്തെങ്കിലും കാണാത്ത ആൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ ഇത് സമൂസൻ്റെ റെസിപ്പി ഞാൻ എടുത്തോളം ഇട്ടിട്ടാണ്. അപ്പോൾ ഇതൊരു 30 വരെ ഈ ഒരു ഞാൻ ഉണ്ടാക്കുന്നതിൽ സമൂസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 4 മീഡിയം ഉള്ളിയില്ലേ, വലിയതല്ല ചെറിയതല്ലാത്ത അതുമാതിരിയുള്ളത്, ആ ഒരു ഉള്ളി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബ്സില്ല ഒരു ഇത് അതിൻ്റെ 2 ഉണ്ടാകുന്നില്ല, അതിൽ നിന്ന് 1 ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കലില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ചൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, അതിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന നമുക്ക് സമൂസയിൽ നല്ലോണം ഉള്ളി വഴറ്റലില്ല. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെയൊക്കെ പച്ചമുളകും ഇട്ടിട്ട് ചതച്ചത്, ഇത് 3 ഇട്ടിട്ട്, വേറെ ഞാൻ പച്ചമുളക് ഇടല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ചതച്ചിട്ടുണ്ടത്. അപ്പോൾ അത് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ. അതിന് ശേഷം ഞാൻ എൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തെന്ന് പറഞ്ഞെങ്കിൽ 3 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്ര ഞാൻ ഇട്ട് കൊടുക്കൽ. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഇതാണ്. ഇതെന്ന് പറഞ്ഞെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇതന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് സമൂസയും പിന്നെ അതിനായിട്ടും കൂടുതൽ വരുന്നത് ഉന്നക്കായി. അത് കഴിഞ്ഞെങ്കിൽ വരുന്നത് എന്നോട് സമൂസ വേങ്ങുന്ന തന്നെ ആൾക്കാരുണ്ടാകുന്നു, ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സമൂസ വേങ്ങുന്ന തന്നെ ഓരോരു ഫാമിലി ഉന്നക്കായും സമൂസ മാത്രം വാങ്ങും, പിന്നെ വേറെ ഏതും വാങ്ങില്ല, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ആ മുളക് പൊടീൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ട് വരുമ്പോൾ അല്ലേ, ഇതിലേക്ക് ഞാൻ ചിക്കന് വേവിച്ചിട്ട് ഇതാക്കിയത് ഷ്രെഡ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എൻ്റെ അളവ് എന്ന് പറഞ്ഞെങ്കിൽ 2 കൈ ഫുള്ള് നിറച്ചായിട്ട് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, ഹാൻഡ് ഫുള്ള് എന്ന് പറയുന്നില്ലേ. അപ്പോൾ 2 കൈനോടും ഫുള്ളായിട്ട് എടുത്തിട്ട് അങ്ങനെ ഇടണം. അപ്പോൾ 1 കോയിൻ്റെ പകുതിയാവും ഇത്, ഒരു 1.5 കിലോൻ്റെ പകുതി ഇടും. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്താ പറഞ്ഞെങ്കിൽ മുളക് പൊടിയെല്ലാം ഇട്ടിട്ടില്ല, മസാലയെല്ലാം ഇല്ലേ ഈ ചിക്കനിലേക്ക് ഗ്രീൻ പീസിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സാണ് രണ്ടും, ചിക്കനും മസാല എല്ലാം നന്നായിട്ട് മിക്സാണ്. എല്ലാം മിക്സ് ആയതിന് ശേഷം എനിക്ക് ക്യാബേജ് ഇടാം. അപ്പോൾ ക്യാബേജും അങ്ങനെ ഞാൻ കൈ കണക്കിന് ഇടുന്നത്, കപ്പ് അളവിൽ നോക്കുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു കൈ ഫുള്ളാக എടുത്തിട്ട് അങ്ങനെ 3 ഹാൻഡ് ഫുള്ളായിട്ട് അങ്ങനെ ഇടും. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തനവാ, ഞാൻ അത് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ നന്നായിട്ട് ഇന്ന് മിക്സ് ആക്കണം. പിന്നെ ഇതാ ഞാൻ ഉപ്പല്ലേ ഒരു നുള്ള് ഇപ്പം ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്, അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് ഇട്ട ചിക്കൻ ക്യൂബ്സില്ലേ ആ ഒരു പീസ് തന്നെ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ലോണം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്യാബേജ്. പിന്നെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ മസാല റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇത് മസാല മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയാണ് ഞാൻ ഇതുവരെ ആയിട്ട് ഈ ഒരു 5 കൊല്ലമായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടത് ഈ ഒരു സമൂസ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഈ ഒരു മസാല. അപ്പോൾ അതിന് ശേഷം നമുക്ക് സമൂസ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുണ്ടായത് ഓർഡർ. പിന്നെ സമൂസൻ്റെ മസാലയ്ക്ക് ഷോപ്പിലെല്ലാം ഈ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാകുന്നില്ല, ബാക്കിയായ ഷീറ്റെല്ലാം ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചിട്ടിടലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇടലില്ല, അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ മെസ്സേജ് അയക്കും, ഇത് നല്ല ഇഷ്ടപ്പെട്ടിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിനെന്നെല്ലാം പറഞ്ഞിട്ട്.
ചില ആളൊന്നും ഉണ്ടായില്ല. പിന്നെ അപ്പം മിഞ്ഞാന്ന് ഞാൻ ബോംബെക്ക് എനിക്കൊരു ഓർഡർ ഉണ്ടായിട്ട് അപ്പോൾ ഓരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതിന് മുമ്പത്തെ ഒരാളും തന്നെ പറഞ്ഞിട്ടുണ്ടായിന്. ബോംബെൻ്റെ ആൾ പിന്നെയും രണ്ടാമതും ഒരു ഓർഡർ തന്നിട്ടുണ്ടായിന്. അപ്പോൾ പുരയിൽ തന്നെ ഇരുന്നിട്ട് വരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ലേഡീസിനെല്ലാം ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഫ്രൈൻ്റെ ഓർഡർ ഉണ്ടായിന്, അപ്പോൾ ഫ്രൈ ആക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഫ്രോസൺ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഓർഡറിൻ്റെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.